ഹായ് മക്കളെ, USS സെറ്റാക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കായിരിക്കും അല്ലേ? USSന്റെ ഓരോ തകൃതിയായിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മക്കൾ പഠിച്ചു തുടങ്ങിയോടാ, സെറ്റായോടാ, എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് മക്കളെ നമ്മുടെ 1857 റിവോൾട്ട് എന്ന് വെച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒരു ഭാഗം അങ്ങോട്ട് സെറ്റാക്കിയാലോ മക്കളെ? ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രിപ്പിൾ ഓക്കെ ആണെന്നല്ലേ? അതല്ലേ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത്? ഓക്കേടാ, എന്തായാലും കുഴപ്പമില്ല മക്കളെ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എടാ, ഓർമ്മ ഉണ്ടോ നമ്മുടെ ഒരു 1857 സ്വാതന്ത്ര്യ സമരമൊക്കെ ഓർമ്മ ഉണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് 1857 ആ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യുന്നത്, വിളിക്കപ്പെടുന്നത്. എന്തായിരുന്നു, ആരായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് മക്കളെ? നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ തന്നെയായിരുന്നു അതിൻ്റെ തുടക്കമിട്ട ആൾക്കാർ. മനസ്സിലായോ? ആരുമായിട്ട്? ബ്രിട്ടീഷുകാരുമായിട്ട്. അങ്ങനെ നടന്നത് ആദ്യം വരുന്നത് വെച്ചാൽ പട്ടാളക്കാരൊക്കെ കൂട്ടുകൂടി നിൽക്കുന്നതിൽ, പട്ടാളക്കാരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവർ നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ, അവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ആദ്യം ഇത് തുടങ്ങുന്നത് എവിടെയാണ്? മീററ്റ് എന്നുള്ള സ്ഥലത്താണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് കലാപങ്ങളും നമ്മുടെ ചെറുത്തുനിൽപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മൾ പോരാടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഴശ്ശി കലാപം അല്ലേ? പഴശ്ശിരാജ കണ്ടിട്ടില്ലേ മക്കളെ? സിനിമ കണ്ടിട്ടില്ലേ? മക്കളെ കാണാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. കുറേ മുമ്പ് ഇറങ്ങിയ മക്കളൊക്കെ ചെറിയ മക്കളായിരിക്കുമ്പോൾ, ചെറുതെന്ന് പറയുമ്പോൾ അറ്റ ചെറുതൊന്നുമില്ല, എന്നാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറങ്ങിയ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു കനിഹ നടിയായിരുന്നു. ഒരുപാട് നടിമാരൊക്കെ ഉണ്ടായിരുന്ന ഫുൾ യുദ്ധം ചെയ്യുന്ന ഒരു പടമായിരുന്നു പഴശ്ശിരാജ. അത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1921 എന്നുള്ളൊരു സിനിമയുണ്ട് മമ്മൂട്ടീൻ്റെ തന്നെ, മലബാർ ലഹള എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മലബാർ കലാപം, അല്ലെങ്കിൽ 1921 എന്നുള്ള സിനിമ ഒക്കെ എന്തുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ പഠിക്കുന്നതാണ്. നമ്മുടെ USSൽ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. നോക്കാം മക്കളെ, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ദാറ്റ് സ്റ്റാർട്ടഡ് ദി റെയിൽവേ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യത്തെ റെയിൽവേ ഓടിത്തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് ഇല്ലേ, റെയിൽവേ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് മക്കളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1853 ഏപ്രിൽ 16 മക്കളെ എന്ത് ഓടിത്തുടങ്ങിയത്? നമ്മുടെ റെയിൽവേ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്, ദാറ്റ് സ്റ്റാർട്ടഡ് ദി റെയിൽവേ ഇൻ ഇന്ത്യ. റെയിൽവേ സ്റ്റാർട്ട് ചെയ്തത് 1853. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? നമ്മൾ പറയാറില്ല തിരൂരാണോ അല്ലെങ്കിൽ മലപ്പുറത്ത് കൂടാണോ ഓടിത്തുടങ്ങി? അല്ല, ഇന്ത്യയിലെ മുംബൈ താനെ, ബോംബെ എന്ന് പറയട്ടാ. പണ്ട് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു പറയുന്നത്? ബോംബെ എന്നാണ് പറയട്ടാ. ബോംബെ ടു താനെ ആയിരുന്നു. ഏകദേശം 34 കിലോമീറ്ററാണ് എന്തുണ്ടായിരുന്നത് മക്കളെ, ഇതിൻ്റെ ആദ്യത്തെ റെയിൽവേ എന്ന് പറഞ്ഞപ്പോൾ. 1853 1853 റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെയായിരുന്നു? മുംബൈ ടു താനെ. മുംബൈൻ്റെ പഴയ പേരാണ് എന്തെന്ന് പറയുന്നത്? ബോംബെ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെന്നൈ എന്ന് പറയും, പഴയ പേരെന്താ? മദ്രാസ് എന്ന് പറയും. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ നമ്പർ ഓഫ് കോച്ചസ്, എത്ര ബോഗികളാണ് ആ ട്രെയിനിലുണ്ടായത്? ആദ്യത്തത് 14 എന്തെന്ന് പറയുന്നത്? 14 കോച്ചുകളാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഓരോ കമ്പാർട്ട്മെൻറ്റുകൾ കണ്ടിട്ടില്ലേ മക്കളെല്ലാവരും ട്രെയിനിൽ കയറിയ മക്കളല്ലേ? അപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ നമ്മളിങ്ങനെ S1 S2 അങ്ങനെയൊക്കെ കാണാറില്ലേ? അപ്പോൾ നമ്മളെന്തായിരിക്കും ചില കമ്പാർട്ട്മെൻറ്റിൽ കയറും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ അവിടെ സീറ്റിലേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തയിലേക്ക് കയറും. കണ്ടിട്ടില്ലേ മക്കളെ? അതെന്നാണ്. അങ്ങനെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 14 മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? ആദ്യത്തെ ട്രെയിനിന് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. അന്ന് എത്ര ആളുകളാണ് ആ ട്രെയിനിൽ കയറി തുടങ്ങിയത്? 400 ആൾക്കാർ. അപ്പോൾ നമ്മൾ ട്രെയിനിനെ പറ്റി പഠിച്ചില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ റെയിൽവേ എവിടുന്നാണ്? ബോംബെ ടു താനെ. ഏകദേശം 1853 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്ത് പഠിച്ചു? എത്ര ബോഗികളാണ് ഉണ്ടായത്? കമ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കോച്ചസ് എത്ര ഉണ്ടായത്? 14. എത്ര പാസഞ്ചേഴ്സാണ്, യാത്രക്കാരാണ് ഉണ്ടായത്? 400 ഉണ്ടായത്. ഓക്കെ, ഇനി അത് കേരളത്തിൽ, ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞു ബോംബെ ടു താനെ, അല്ലെങ്കിൽ ബോംബെ മുതൽ താനെ വരെ. ഇനി ഇന്ത്യയിലേത്? ബേപ്പൂർ ടു തിരൂർ, അല്ലെങ്കിൽ തിരൂരിൻ്റെ ബേപ്പൂരിൻ്റെ ഇടയിലായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മലബാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നന്നായിട്ട് പോരാടിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരെ പെട്ടെന്ന് അടിച്ചോടിക്കാൻ മലബാർ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? നമ്മുടെ ഈ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഇങ്ങനെ വരുന്നില്ലേ? കാസർഗോഡ്, കണ്ണൂർ ഈ ഭാഗങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വയനാട്, ഇതൊക്കെയാണ് മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ മലബാറിൽ ഏകദേശം 19ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 13th സെഞ്ചുറി ആയപ്പോഴാണ് കലാപങ്ങൾ വരാൻ തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ. അടുത്ത ഹൂലെടുത്ത് മലബാർ റൈറ്റ്സ് അല്ലേ? മാപ്പിളമാരായിരുന്നു ഈ കലാപത്തിന് എന്ത് ചെയ്തത്? നേതൃത്വം കൊടുത്തത് മാപ്പിളമാർ എന്ന് പറയട്ടെ. ഇവിടുത്തെ
മലബാറിലുള്ള ഈ ആണുങ്ങളെ വിളിച്ചിരുന്ന പേരാണ് മാപ്പിളമാർ എന്നാണ് വിളിച്ചിരുന്നത്. വിച്ച് ട്രൈബ്സ് ഓഫ് രാജ്മഹൽ, അടുത്തതായിരുന്നു രാജ്മഹൽ കുന്ന്. എടാ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മലബാറിലുള്ള കേട്ടോ ഇത് രാജ്മഹൽ കുന്നുകൾ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ഗോത്രങ്ങൾ അല്ലെങ്കിൽ ട്രൈബ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജ്മഹൽ കുന്നുകളിൽ ആരായിരുന്നു എന്ന് വെച്ചാൽ സാന്താൾമാരുണ്ട്, പിന്നെ കോലീസ് ഉണ്ട്, കോളുകളുണ്ട് കേട്ടോ. ആരായിരുന്നു? സാന്താൾ വിഭാഗമായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ മക്കൾ ഇതൊക്കെ പഠിക്കും. സാന്താൾ വിഭാഗമായിരുന്നു നമ്മുടെ രാജ്മഹൽ കുന്നിൽ എന്ത് ചെയ്യുന്നത്, താമസിച്ചിരുന്നത്. ഹു വാസ് നോട്ട് എമംഗ് ദോസ് ലെഡ് ദി സാന്താൾ റിബൽ, അല്ലെ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഉൾപ്പെടാത്തതാര് മക്കൾ? അങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ 3 കൊടുത്തിട്ടുണ്ട്. സിദ്ധു, കാനു, രാജകുമാർ ശുക്ല. മക്കളെ സിദ്ധു സാന്താൾ കലാപത്തിലുള്ള ആളാണ്, കാനു സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്താണ്. പിന്നെ ഇതിൽ ആരാണ് കൊടുക്കാത്ത ആള്? രാജകുമാർ ശുക്ല. രാജകുമാർ ശുക്ല എന്ത് ചെയ്തിട്ടില്ല, നേതൃത്വം കൊടുക്കാനുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്തായിരുന്നു? സാന്താൾ കലാപത്തിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? സിദ്ധു, കാനു ആയിരുന്നു, മറ്റതല്ല ഇല്ലാത്ത കേട്ടോ. ഈ ഹൂ ലെഡ് റെബല്യൻ അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ മലബാർ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ മലബാറിൽ നേതൃത്വം കൊടുത്തതാരും മക്കളെ? പഴശ്ശിരാജയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ട്, പഴശ്ശിരാജയായിരുന്നു. കേരളവർമ്മ പഴശ്ശി തമ്പുരാനായിരുന്നു നമ്മുടെ മലബാറിൽ എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. ഹൂ ലെഡ് റൈറ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ കൊച്ചി, കൊച്ചിയിൽ ആരായിരുന്നു മക്കളെ? കൊച്ചിയിൽ പാലിയത്തച്ഛനായിരുന്നു. ആരായിരുന്നു? കൊച്ചിയിലായിരുന്നു? പാലിയത്തച്ഛനായിരുന്നു എന്തെന്ന് പറയുന്നത് കൊച്ചിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശത്തെ ബ്രിട്ടീഷുകാർ തടഞ്ഞതിനെ തുടർന്നുണ്ടായ യുദ്ധമായിരുന്നതെന്ന് പറഞ്ഞാൽ പഴശ്ശിയുദ്ധം. ഏതായിരുന്നു? പഴശ്ശിയുദ്ധമായിരുന്നു. അടുത്തായിരുന്നു ഹു വാസ് ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി ഹു ഹെൽപ്ഡ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, വേലുത്തമ്പി ദളവയെ ഹെൽപ്പ് ചെയ്ത ആളാരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു മക്കളെ? പാലിയത്തച്ഛനായിരുന്നു വേലുത്തമ്പി ദളവയെ എന്ത് ചെയ്തത്? ഹെൽപ്പ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞത്. ആർക്കെതിരെ പോരാടാൻ? ബ്രിട്ടീഷുകാർക്കെതിരെ. വിച്ച് ഇയർ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്? മക്കൾ ഇത് ചോദിക്കട്ട. 1ാം സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു? 1857 1857 എന്തെന്ന് പറയുന്നത് 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. എന്നായിരുന്നു? 1857 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ നടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് എന്തെന്ന് പറയാ? ഫ്രീഡം സ്ട്രഗിൾ. ആരായിരുന്നു ഫസ്റ്റ് മാർട്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആദ്യ രക്തസാക്ഷി. മാർട്ടിയർ എന്ന് പറഞ്ഞാൽ ആദ്യ രക്തസാക്ഷി ആരാ മക്കളെ? മംഗൾ പാണ്ഡെ ആയിരുന്നു. ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ആദ്യത്തെ റിവോൾട്ട് എന്നാ നടക്കുന്നത് 1857 ആദ്യത്തെ സമരം, 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആരായിരുന്നു അതിൻ്റെത്? ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. വേർ ഡിഡ് റൈറ്റ്സ് ബ്രേക്ക് ഔട്ട് ആൻഡ് ഓർഗനൈസ്ഡ് മാനർ അഗൈൻസ്റ്റ് മിലിറ്ററി കമാൻഡേഴ്സ്, അല്ലേ? സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയായിരുന്നു മക്കളെ? മീററ്റിലായിരുന്നു. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മീററ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരും കൂടി സംഘടിത കലാപം നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിരുന്നു കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി. ആരായിരുന്നു മക്കളെ? മുഗൾ എംപറർ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ്. ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിൻ്റെ ഒരു ലീഡറായിട്ട് വന്ന മുഗൾ എംപയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മുഗൾ എംപയറാണ് ബഹദൂർ ഷാ സെക്കൻഡ്. അദ്ദേഹമായിരുന്നു ഈ ഇതിന് നേതൃത്വം കൊടുത്തിയ വ്യക്തി എന്ന് പറഞ്ഞത്. അടുത്തായിരുന്നു ഊരിലെടുത്ത് ഫ്രീഡം സ്ട്രഗിൾ ഇൻ കാൻപൂർ, അല്ലേ? കാൻപൂരിൽ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു? നമ്മൾ ആരായിരുന്നു മക്കളെ? നമ്മുടെ നാനാ സാഹിബായിരുന്നു എന്തെന്ന് പറഞ്ഞ് കാൻപൂരിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എന്ന് വെച്ചാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ആപ്പിലൊക്കെ കയറിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം? എജുപോർട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടണം. മക്കൾ എന്ത് ചെയ്യണം? അത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സെറ്റായിട്ട് USSൽ അടിപൊളി മാർക്ക് മാത്രമല്ല നിങ്ങൾ സ്കോളർഷിപ്പും വാങ്ങാൻ പറ്റും. ഫ്ലെക്സ് ബോർഡിൽ ഫോട്ടോ വരാനും പറ്റും. അപ്പോൾ ഓക്കെടാ, ബൈ. വീണ്ടും കാണാം. ബൈ ബൈ ബൈ.